ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന UCAT പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, മറുപടി നൽകാൻ നമ്മുടെ ഒപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായ അഭിവന്ധ്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. വിശ്വാസവും ധാർമ്മികവും സാമൂഹികപരവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി മറുപടി പറയാനുള്ള അഭിവന്ധ്യ പിതാവിനുള്ള പ്രാപ്തി ഏറെ പ്രശംസനീയമാണ്. അഭിവന്ധ്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ധ്യ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് പൈസക്കരി ഇടവകയിലെ മിടുക്കരായ യുവജനങ്ങളാണ്. നിങ്ങളെല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1986 മുതൽ 2016 താൻ മരിക്കുന്നതുവരെ റോമിൻ്റെ ഔദ്യോഗിക എക്സോസിസ്റ്റായ ഭൂതോച്ചാടകനായ ഫാദർ ഗബ്രിയേൽ അമോർത്ത് പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: അനേകം ഭൂതോച്ചാടനത്തെക്കാളും ഫലം ഒരു കുമ്പസാരത്തിനുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിശുദ്ധ കുമ്പസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. യുവജനങ്ങൾക്ക് കുമ്പസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഈ എപ്പിസോഡിലുണ്ട്. നമുക്ക് ആരംഭിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ചോദിച്ചുകൊള്ളുക. എൻ്റെ പേര് അനക്സ്. വേദപാഠ ക്ലാസ്സുകളിൽ നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. ഓരോ കുമ്പസാരങ്ങളിലും നാം ഇത് പാലിക്കപ്പെടണോ? യെസ്. അലക്സ് അല്ലേ? അനക്സിൻ്റെ ചോദ്യം ഇതാണ്: നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചെന്നാണ് അനക്സ് പറയുന്നത്. ഏതൊക്കെയായിരുന്നെന്ന് ഓർക്കുന്നുണ്ടോ അനക്സ്? അത് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം അല്ലേ? ഒന്നാമത്തെ എന്തായിരുന്നു? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക. രണ്ടാമത്തെ ഏതാ? പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നത്. രണ്ടാമത്തേത് പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കും. മൂന്നാമത് മേലിൽ പാപം ചെയ്യില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനിമേൽ പാപം ചെയ്യില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം. നാലാമതായിട്ട് പാപങ്ങൾ വൈദികനോട് ഏറ്റു പറയുന്നത്. യെസ്, പാപങ്ങൾ വൈദികനോട് ഏറ്റു പറയണം. ഗുഡ്. അഞ്ചാമത്തേത് വൈദികൻ തരുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റും. 5 കാര്യങ്ങൾ അല്ലേ? നെക്സ്റ്റ്. അപ്പം 5 കാര്യങ്ങൾ മറക്കരുത്. ഇത് കല്യാണത്തിനൊരുക്കമായി വേദപാഠം കേൾപ്പിക്കാൻ പോകുമ്പോൾ മാത്രം ഓർത്താൽ പോരാ, എല്ലാ കുമ്പസാരത്തിലും ഇത് ഓർക്കണം. ഈ 5 കാര്യങ്ങളാണ് കുമ്പസാരം എന്ന കൂദാശയെ അർത്ഥപൂർണമാക്കുന്നത്, ഫലദായകമാക്കുന്നത്. ഈ 5 കാര്യങ്ങൾ, ഒന്നാമത്തേത് എന്താണ്? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണം. കഴിഞ്ഞ കുമ്പസാരം മുതൽ ഈ കുമ്പസാരം വരെയുള്ള സമയത്ത് നമുക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, കുറവുകൾ, പാപങ്ങൾ ഓർക്കണം. അതിന് പല രീതിയിൽ നമുക്ക് ഓർക്കാൻ സാധിക്കും. ദൈവപ്രമാണങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. മനസ്സിന് അതറിയാം അല്ലേ? തിരുസഭയുടെ കൽപ്പനകൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. 5 എണ്ണം ഉണ്ട്. മൂലപാപങ്ങൾ എന്ന് പറഞ്ഞ പാപങ്ങളുണ്ട് അല്ലേ? എന്താണ്? അഹങ്കാരം, കൊതി, ദ്രവ്യാഗ്രഹം, അസൂയ, കോപം എന്നൊക്കെ പറയുന്ന മൂലപാപങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. 7 മൂലപാപങ്ങൾ. അപ്പോൾ 10 5 15 7 22. പിന്നെ ദൈവത്തിനുമുമ്പിൽ പ്രതികാരം അർഹിക്കുന്ന തിന്മകൾ അഥവാ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ എന്നൊക്കെ പറയുന്ന പാപങ്ങളുണ്ട്. ദൈവത്തിനുമുമ്പിൽ പ്രതികാരം അർഹിക്കുന്ന തിന്മകൾ ഏതൊക്കെയാണ്? മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നത്, വേലക്കാർക്ക് കൂലി കൊടുക്കാതിരിക്കുന്നത്, അതുപോലെ തന്നെ സ്ത്രീകളോട്, കുട്ടികളോട്, വിധവകളോട് അന്യായം പ്രവർത്തിക്കുന്നത്, ഇതൊക്കെയും ദൈവത്തിനു മുമ്പിൽ പ്രതികാരം അർഹിക്കുന്ന തിന്മകളാണ്.
അത്തരത്തിലുള്ള തിന്മ. അതായത് തിരുസഭ ഇത്തരം ഒരു ലിസ്റ്റ് വയ്ക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇതിലേതെങ്കിലും തലങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യും. അപ്പോൾ 10, 5, 15, 7, 22, 4, 26 കാര്യങ്ങൾ ആത്മശോധനയുടെ വിഷയമാക്കണമെന്നാണ് കുമ്പസാരത്തെക്കുറിച്ച് ത്രന്തോസ് ഊനകദോസ് നൽകുന്ന ഒരു പ്രബോധനം. പക്ഷെ അത് മാത്രം പോരാ, നമ്മൾ സമീപകാലത്ത് പല പുതിയ പാപങ്ങളെക്കുറിച്ചും തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. പരിസ്ഥിതി മലിനീകരണം, അല്ലേ? പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുക, അതൊരു പാപമാണ്. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തി, മറ്റുള്ളവൻ്റെ ജീവിതം ദുഷ്കരമാക്കുന്നു. നമ്മുടെ പറമ്പിലെല്ലാം കീടനാശിനികളും കളനാശിനികളും ഒക്കെ ഉപയോഗിച്ച് ആ വിഷം ഒഴുകി മറ്റൊരാളുടെ കുടിവെള്ളത്തിൽ ചെന്ന് ചേരുകയും അത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ക്യാൻസർ വരികയും ചെയ്യുമ്പോൾ അതെന്താണ്? അതൊരു പാപമാണ്, അല്ലേ? ഒരാളെ നമ്മൾ അപകടത്തിലാക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും പാപത്തിൻ്റെ പുതിയ മേഖലകൾ തുറക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള അക്രമങ്ങൾ, പണ്ടൊന്നും അതങ്ങനെ ഒരു പാപമില്ല, ഇല്ലേ? ഇപ്പോൾ വാട്സപ്പിലൂടെ ചീത്ത വിളിക്കുക, ഫേസ്ബുക്കിൽ തെറി വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കഴിഞ്ഞ ദശകങ്ങളിൽ അങ്ങനെ ഒരു പാപമില്ല. അതൊക്കെ ഇപ്പോഴത്തെ പാപം. അപ്പം അത്തരത്തിലുള്ള എല്ലാ മേഖലകളെയും നമ്മുടെ ആത്മശോധനയ്ക്ക് വിധേയമാക്കും. അതാണ് പാപം ക്രമമായി ഓർക്കണം. പാപം ഓർത്ത് പശ്ചാത്തപിക്കണം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ എന്താണ് പശ്ചാത്താപം എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ട്. വീണ്ടും നമ്മൾ പാപം വൈദികനോട് ഏറ്റുപറയണം. ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ നമ്മൾ പാപങ്ങളെ ഓർക്കാൻ പരമാവധി പരിശ്രമിക്കും. ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. നമ്മൾ പറയണമെന്ന് ഓർത്തിരുന്ന ചില കാര്യം തന്നെ ചിലപ്പോൾ അവിടെ എത്തിയപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് നമ്മൾ പറഞ്ഞതായി തിരുസഭ പരിഗണിച്ച് മനഃപൂർവ്വം മറച്ചു വെച്ചാൽ അത് പാപമോചനം കിട്ടിയത്. അതേസമയം നമ്മൾ ബോധപൂർവം പരിശ്രമിച്ച് ഈ കാലഘട്ടത്തിലെ മുഴുവൻ തെറ്റുകളെയും ഏറ്റുപറയാൻ ഒരുങ്ങിയെങ്കിൽ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും പാപം മറന്നു പോവുകയോ വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയ്ക്കും കൂടി പാപമോചനം ലഭിക്കും എന്നാണ് സഭ പഠിപ്പിക്കുക. അതുകൊണ്ട് പാപം ഏറ്റുപറയും. പാപം ഏറ്റുപറയുമ്പോൾ അച്ഛനത് മനസ്സിലാകരുത് എന്ന മട്ടിൽ കോഡ് ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടോ അതല്ല എങ്കിൽ ഭയങ്കര സ്പീഡിൽ പറഞ്ഞ് ഒക്കെ കുമ്പസാരിക്കുന്നവർ അച്ഛന് ആകാത്ത ഭാഷയെ കുമ്പസാരിക്കും. അച്ഛന് ഹിന്ദി അറിയത്തില്ല, അതുകൊണ്ട് ഹിന്ദി കുമ്പസാരിക്കും. അങ്ങനെ അതൊക്കെ തട്ടിപ്പുകളാണ്, അല്ലേ? വാസ്തവത്തിൽ നമ്മൾ ദൈവ തിരുമുമ്പിലാണ് ആയിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ സത്യസന്ധമായി പാപമേറ്റു പറയും. അവസാനമായി പ്രാശ്ചിത്തം നിറവേറ്റണം. പ്രാശ്ചിത്തത്തെക്കുറിച്ച് നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ എല്ലാ കുമ്പസാരത്തിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അനക്സ് ചോദിച്ചത്, അല്ലേ? ഈ 5 കാര്യങ്ങൾ എല്ലാ കുമ്പസാരത്തിലും ചെയ്യണമെന്ന് മാത്രമല്ല, ഈ 5 കാര്യങ്ങൾ ചെയ്താലേ അത് കുമ്പസാരമാവുകയുള്ളൂ എന്നതാണ് സത്യം. ഒരു നല്ല കുമ്പസാരം പൂർണ്ണമാകാൻ ആവശ്യമായ 5 കാര്യങ്ങളുടെ പ്രാധാന്യം പിതാവ് ഒരിക്കൽ കൂടി ലളിതമായി നമുക്ക് വ്യക്തമാക്കി തന്നു. പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. പിതാവേ, എൻ്റെ പേര് എലേന. കുമ്പസാരിക്കുമ്പോൾ മുൻ കുമ്പസാരങ്ങളിൽ ഏറ്റുപറഞ്ഞ പാവങ്ങൾ ആവർത്തിക്കണോ? ഈ പാവങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ക്രമമോ അതോ മാനദണ്ഡങ്ങളോ ഉണ്ടോ? യെസ്, പാപം ഏറ്റുപറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എലീന, അല്ലേ? എലീനയുടെ ചോദ്യം. പാപം ഏറ്റുപറയുന്നതിൻ്റെ മാനദണ്ഡം വല്ലതും ഉണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇന്ന പാപം ആദ്യം പറയണം എന്ന നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് സൗകര്യപ്രദമായതും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം. അതിനകത്ത് പ്രത്യേകിച്ച് നിർബന്ധങ്ങളിൽ. ഇപ്പം ആദ്യം ചോദിച്ചത്, എലീന ചോദിച്ചത്, ഒരു കുമ്പസാരത്തിൽ നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് അതിന് പാപമോചനം നേടിയെങ്കിൽ പിന്നെയും ആ പാപം ഏറ്റുപറയണോ എന്നാണ് ചോദ്യം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരിക്കൽ ദൈവം ക്ഷമിച്ചാൽ
അതെന്നേക്കുമായി ക്ഷമിച്ചത്, എന്നേക്കുമായി അത് മായ്ച്ചു കളഞ്ഞത്. ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതി വെച്ചിട്ട് അത് വെള്ളം തൂത്ത് മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അവിടെ എന്നാ എഴുതിയിരുന്നതെന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ദൈവമായ കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ക്ഷമിച്ചു. നമ്മളൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഓർത്തു വെച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഒരവസരം വരുമ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഓർത്തു വയ്ക്കുന്നവരെ നമ്മൾ. അതേസമയം ദൈവം അങ്ങനെയല്ല. ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ക്ഷമിച്ചു. അതുകൊണ്ട് ഒരു കുമ്പസാരത്തിൽ നാം ഏറ്റുപറഞ്ഞ പാപങ്ങൾ പിന്നീട് ഏറ്റുപറയേണ്ട കാര്യമില്ല. അതേസമയം ചില വിശേഷ സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യർ വന്ന് ഞാനൊരു മുഴുവൻ കുമ്പസാരം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇപ്പോൾ വിവാഹം കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായിട്ട്, അല്ലെങ്കിൽ ഒരു വൈദിക വിദ്യാർത്ഥി പരിശീലനം പൂർത്തിയാക്കി പട്ടം സ്വീകരിക്കുന്നതിന് ഒരുക്കമായിട്ട് ഞാനൊരു മുഴുവൻ കുമ്പസാരം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അനുതാപത്തിൻ്റെ ഒരു ലക്ഷണം ആയിട്ട് അതിനെ വ്യാഖ്യാനിക്കും. അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കുമ്പസാരത്തിനും വിവാഹത്തിന് മുൻപോ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പോ ജീവിതത്തെ മുഴുവൻ പരിശോധിച്ചുകൊണ്ടുള്ള കുമ്പസാരം നടത്തണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷെ ചിലരങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളത് പ്രത്യേകം കുമ്പസാരക്കാരനോട് പറയണം. ഏതാണ്? ഞാനൊരു മുഴുവൻ കുമ്പസാരമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം ആ കാര്യങ്ങൾ പറയാൻ. അങ്ങനെ പറയുമ്പോൾ പോലും ഇതുവരെ ഒരു കുമ്പസാരത്തിലും ഏറ്റു പറയാത്ത കാര്യങ്ങൾ ഏവയെന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യും. ഈ പാപങ്ങളൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ് പാപമോചനം നേടിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ഇതുവരെ ഒരു കുമ്പസാരത്തിലും പറഞ്ഞിട്ടില്ല. അവ പാപമോചനത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അതുകൊണ്ട് പഴയ പാപം പറയണമെന്ന് ചോദിച്ചാൽ സഭാ നിയമം അനുസരിച്ച് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ പാപം ഏറ്റുപറയുന്നതിന് ക്രമമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ക്രമമില്ല. എങ്കിൽ പോലും നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ മറന്നുപോകും, കുറേ കാര്യങ്ങൾ മറന്നുപോകും, അല്ലേ? അതുകൊണ്ട് ചിലർ പാപം കടലാസയിൽ എഴുതി ഒരുങ്ങി വന്ന് കുമ്പസാരിക്കുന്നു. അങ്ങനെ ചെയ്യണമെന്ന് നിയമമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ് എന്ന് കുമ്പസാരിക്കുന്ന വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യും. ഇനി മറന്നു പോകാതിരിക്കാൻ നമ്മൾ ചെയ്തതിലെ ഏറ്റവും മാരകമായ പാപങ്ങൾ അതാദ്യം പറയുക. അല്ലെ ചെറിയ പാപങ്ങളെല്ലാം പറഞ്ഞു പോയി മാരക പാപങ്ങൾ പറഞ്ഞുമില്ല. അങ്ങനെ വരാൻ പാടില്ല. മാരക പാപങ്ങളുണ്ട് എങ്കിൽ അവയെ ആദ്യം പറയുക. ലഘുപാപങ്ങൾ ഏറ്റു പറയുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് കുഴപ്പമില്ല എന്ന് വരികയും ചെയ്യും, അല്ലേ? അതുകൊണ്ട് ഇന്നത് ലഘുപാപം അവസാനം പറയണം, മാരകപാപം ആദ്യം പറയണം, അങ്ങനെയൊന്നും നിയമമില്ല. മറിച്ച് നമ്മൾക്ക് കുമ്പസാരിക്കുന്ന വ്യക്തിക്ക് സ്വന്തം മനസാക്ഷിയിൽ യുക്തമെന്ന് തോന്നുന്ന രീതിയിൽ കുമ്പസാരിക്കാവുന്ന, എങ്കിലും അതിൻ്റെ പ്രായോഗികമായി എളുപ്പമാകുന്ന ചില നിബന്ധനകൾ, ചില നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. അഭിവന്ദ്യ പിതാവിൻ്റെ ഉത്തരത്തിലൂടെ കുമ്പസാരം എന്ന കൂദാശയുടെ പാപമോചന ഫലപ്രാപ്തിയുടെ പൂർണ്ണതയെക്കുറിച്ച് നമുക്ക് വ്യക്തത കിട്ടുകയായിരുന്നു. അഭിവന്ദ്യ പിതാവിന് നന്ദി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. പിതാവേ, എൻ്റെ പേര് ജോർട്ടിൻ. കത്തോലിക്കനായ ഒരുവൻ എപ്പോഴൊക്കെയാണ് കുമ്പസാരിക്കേണ്ടത്? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കുമ്പസാരം നിർബന്ധമാക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? കത്തോലിക്കനായ ഒരു വ്യക്തി എപ്പോഴാണ് കുമ്പസാരിക്കേണ്ടത്? എപ്പോഴൊക്കെ കുമ്പസാരിക്കണം? കുർബാന സ്വീകരിക്കണമെങ്കിൽ എങ്ങനെ കുമ്പസാരിക്കണം? ഇതാണ് ചോദ്യം, അല്ലേ? കത്തോലിക്കനായ ഒരു വ്യക്തി നിയമബദ്ധ കുമ്പസാരിക്കേണ്ടത് വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് സഭാപ്രമാണം, അല്ലേ? ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം. പെസഹാക്കാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതായത് ആണ്ടിലൊരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരിക്കൽ മാത്രമേ പാടുള്ളൂ എന്നാണോ? അല്ല. കുമ്പസാരം എന്ന കൂദാശയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കിയാൽ നമ്മിൽ എപ്പോഴെല്ലാം പാപം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെയും നാം കുമ്പസാരിക്കാൻ സന്നദ്ധരാകും എന്നുള്ളതാണ് സത്യം. ഒരിക്കലെങ്കിലും ആണ്ടുകുമ്പസാരം മുടക്കിയാൽ ആ വ്യക്തി അത് സഭാ
പ്രമാണത്തിൻ്റെ ലംഘനമായതുകൊണ്ട് അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ടതുണ്ട്. അല്ലെ കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചില്ല എന്നുള്ളത് പാപമല്ല, കഴിഞ്ഞ മാസം കുമ്പസാരിച്ചില്ല എന്ന് പറയുന്നതും പാപമല്ല, അത് സഭാ നിയമത്തിൻ്റെ ലംഘനമല്ല. അൽമായരെ സംബന്ധിച്ച് ആണ്ടിലൊരിക്കൽ കുമ്പസാരിച്ചാൽ മതി എന്നാണെങ്കിൽ സന്യാസ സഭകൾക്ക്, വൈദികർക്ക് ഒക്കെ അതാത് സഭകളിൽ കൃത്യമായ നിയമവ്യവസ്ഥകളുണ്ട്. മിക്കവാറും 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണമെന്നാണ് അവർക്കുള്ള നിയമവ്യവസ്ഥ. അവരപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ പുലർത്തുന്ന ഉദാസീനതയുടെ ലക്ഷണമാണ് അവരത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ മതി എന്നുള്ളത് എല്ലാ കത്തോലിക്കർക്കും അല്ല, സമർപ്പിതർക്കും വൈദികർക്കും ഒന്നും ആ നിയമം അല്ല ബാധകം. അവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ സഭ നൽകുന്നുണ്ട്. അതുകൊണ്ട് ആണ്ടിലൊരിക്കലേ കുമ്പസാരിക്കാവുള്ളൂ എന്നതിനെ തെറ്റിദ്ധരിക്കരുത്, അല്ലേ? മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു 4 നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് ശാസ്ത്രം പറയാറുണ്ട്. ആഴ്ചയിൽ 4 നേരമേ നിങ്ങൾ കഴിക്കുള്ളൂ? അല്ല, ദിവസത്തിൽ തന്നെ 4 നേരം അകത്താക്കും, ഇല്ലയോ? അപ്പോൾ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആത്മീയ വിശുദ്ധീകരണത്തിന് ഈ കൂദാശ അത്രമേൽ സഹായകമായതുകൊണ്ട് അടുക്കൽ കുമ്പസാരിക്കുന്നത് വളരെ ഗുണകരമാണ്. നിങ്ങൾ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നത് നിങ്ങളുടെ ആധ്യാത്മിക വളർച്ചയ്ക്കും പാപവഴികളിൽ നിന്ന് മാറി നിൽക്കുന്നതിനും ഏറെ സഹായകം ആകും എന്നതോർക്കുക. രണ്ടാമതായി ഇവിടെ ചോദിച്ച ചോദ്യം, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി കുമ്പസാരിക്കേണ്ടത് നിർബന്ധമാണ്, അല്ലേ? യെസ്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി കുമ്പസാരം നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. വിശുദ്ധ കുർബാന അതിൽ തന്നെ പൂർണ്ണമായ കൂദാശയാണ്. അല്ലെങ്കിൽ കുമ്പസാരം എന്ന കൂദാശ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരു ഒരുക്ക കൂദാശയുമല്ല. കുമ്പസാരവും അതിൽ തന്നെ പൂർണ്ണമായ ഒരു കൂദാശയാണ്. കുമ്പസാരം എന്ന കൂദാശ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ, നമ്മിൽ മാരക പാപങ്ങൾ ശേഷിക്കുന്നുണ്ട് എങ്കിൽ കുമ്പസാരിച്ച് വരപ്രസാദാവസ്ഥയിൽ ആയ ശേഷം മാത്രമേ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. അതേസമയം ലഘുപാപങ്ങൾ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ളൂ എങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ആദരപൂർവ്വം പങ്കുചേരുന്നതിലൂടെ പാപമോചനം, ലഘുപാപങ്ങളുടെ മോചനം വിശുദ്ധ കുർബാനയിൽ തന്നെ സംഭവിക്കും. വിശുദ്ധ കുർബാനയിൽ അനുതാപ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ തന്നെയുണ്ട്. ആ ശുശ്രൂഷയുടെ സമയത്ത് നമ്മുടെ പാപങ്ങളെ, കടങ്ങളെ, അപരാധങ്ങളെ, നാം പുലർത്തിയ തെറ്റായ മനോഭാവങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭമുണ്ട്. ആ സമയത്ത് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ മോചനം ലഭിക്കുന്നു. അതുകൊണ്ട് ലഘുപാപങ്ങൾ വിശുദ്ധ കുർബാനയിൽ തന്നെ മോചിക്കപ്പെടും എന്നുള്ളതിനാൽ ലഘുപാപങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന കുമ്പസാരിക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ല, അതേസമയം വിശുദ്ധ കുർബാന കഴിഞ്ഞ് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ട് താൻ. അത്തരം സന്ദർഭങ്ങളിൽ ശരിയായ അനുതാപത്തോടെ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഏറ്റവും അടുത്ത അവസരത്തിൽ പോയി പാപം ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ച് പാപമോചനം നേടി ആ കുമ്പസാരം എന്ന കൂദാശയുടെ വരപ്രസാദം നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ പുണ്യമായി അനുഭവിക്കുകയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാരകപാപം ഉണ്ടെങ്കിൽ കുമ്പസാരിച്ചിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്നതാണ് ഇത് സംബന്ധിച്ച സഭാനിയമം. അഭിവന്ദ്യ പിതാവിൻ്റെ വ്യക്തമായ ഉത്തരത്തിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്ക് ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. പിതാവേ, എൻ്റെ പേര് ആൽബിയ. എൻ്റെ ചോദ്യം ഇതാണ്: ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് തിരുസഭയുടെ കൽപ്പനയിൽ സൂചനയുണ്ടല്ലോ. ഗൗരവമായ പാപങ്ങൾ ഉണ്ടെങ്കിൽ അപ്രകാരം ചെയ്താൽ പോരെ? എന്തുകൊണ്ടാണ് വൈദികൻ്റെ അടുത്ത് പാപം ഏറ്റുപറയുകയും പാപമോചനം സ്വീകരിക്കുകയും ചെയ്യേണ്ടത്?
ആൽബിയ എന്നാ ചെയ്യുന്നേ? ഞാൻ +2. +2 പഠിക്കുന്നു അല്ലേ? ഓക്കെ, ആൽബിയയുടെ വളരെ നല്ല ചോദ്യമാണ്. എന്തിനാണ് നമ്മൾ ആണ്ടിലൊരിക്കലെങ്കിലാണേലും പോയി കുമ്പസാരിക്കുന്നത്? കൂടുതൽ പാപം വല്ലതും ചെയ്താൽ പോയാൽ പോരെ എന്നാണ് അല്ലേ? ആൽബിയായെ പോലെ എല്ലാവരും വർഷത്തിലൊരു പാപം പോലും ചെയ്യാതെ ജീവിക്കുന്നവരായിരിക്കണമെന്നില്ല. അതാണ് സഭയിൽ അങ്ങനെ നിയമമുള്ളത്. സത്യത്തിൽ ആൽബിയ ചോദിച്ച് ശരിയാണ്. നമ്മൾ ആണ്ടിൽ ഒരു പാപം പോലും ചെയ്യുന്നില്ല എങ്കിൽ ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ പോയി കുമ്പസാരിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാൻ ന്യായമായി. പക്ഷേ നമ്മൾ ആണ്ടുവട്ടത്തിലല്ല, ഓരോ മിനിറ്റിലും പാപം ചെയ്യുന്നവരാണ്, വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ കൂടുതൽ തവണ കുമ്പസാരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സഭയുടെ നിയമം അതാണ്. ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ എങ്കിലും കുമ്പസാരിക്കണം. പെസഹാകാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ, പെസഹാകാലത്ത് കുർബാന സ്വീകരിക്കണമെങ്കിൽ പെസഹാകാലത്ത് തന്നെ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ, സഭാ നിയമം പാലിക്കാൻ വേണ്ടി 50 നോമ്പ്, വലിയ നോമ്പിൻ്റെ അവസരത്തിൽ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മതി. നിങ്ങൾ സഭാ നിയമം കൃത്യമായി പാലിക്കുന്ന വിശ്വാസിയാണ്. അപ്പോൾ നിങ്ങൾക്കെതിരായി ഒരു കുറ്റം ഉണ്ടായി. ലഘുപാപങ്ങളെ ഉള്ളൂ എങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വിശുദ്ധ കുർബാനയിൽ തന്നെ നമുക്ക് പാപമോചനം ലഭിക്കുകയും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യരാവുകയും ചെയ്യും. എന്തിനാണ് ഈ വൈദികൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്നത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ 3-ാം ഭാഗത്ത് ചോദിച്ചത് അല്ലേ? അത് നമ്മൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കണം. ആരംഭകാലത്ത് പരിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് വൈദികൻ അധ്യക്ഷനായിരിക്കുന്ന വിശ്വാസി സമൂഹം, ആ സമൂഹത്തിൽ ഓരോരുത്തരും വന്ന് തങ്ങളുടെ പാപം എല്ലാവരുടെയും കേൾക്കൽ വിളിച്ചു പറയുന്ന രീതിയുണ്ട്. അത് പിന്നീട് പല അപകടങ്ങൾക്കും ഇടവരുത്തി. എന്ന് പറഞ്ഞാൽ അയാളെ മറ്റുള്ളവരെല്ലാം കളിയാക്കാൻ തുടങ്ങി. നീ ആ പാപം ചെയ്തു അല്ലേ? അല്ലെ, ഒരാൾക്ക് ഇന്ന പാപം ചെയ്യുന്ന ശീലമുണ്ട് എന്നറിഞ്ഞപ്പോൾ മറ്റ് വ്യക്തികൾ അത് മുതലാക്കി ആ വ്യക്തിയെ പാപത്തിന് പ്രേരിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കും ഈ പരസ്യ കുമ്പസാരം ഇടവരുത്താൻ തുടങ്ങിയപ്പോൾ സാവകാശത്തിൽ സഭയിൽ രൂപം കൊണ്ടതാണ് ഈ ജനക്കൂട്ടത്തിൻ്റെ എല്ലാം മുമ്പിൽ പാപമേറ്റ് പറയുന്ന രീതി അവസാനിപ്പിച്ചു. പകരം സഭയുടെ പ്രതിനിധിയായി സഭയോട് പാപം ഏറ്റുപറയുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. മാറ്റി സഭയുടെ പ്രതിനിധിയായ വൈദികൻ്റെ, മെത്രാൻ്റെ അടുക്കൽ മാത്രം പാപം ഏറ്റുപറയുക എന്നുള്ളൂ. അത് വിശ്വാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് അല്ലേ? നിങ്ങൾക്ക് അച്ഛൻ്റെ ചെവിയിൽ നിങ്ങളുടെ മുഖം പോലും തിരിച്ചറിയാതെ കുമ്പസാരക്കൂട്ടി ചെന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാറുണ്ട്, വിഷമം തോന്നാറ്, ഇത് പറയേണ്ടി വന്നല്ലോ എന്നോർത്ത്. അതേസമയം അതേ പാപം നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ വിളിച്ചു പറയണമായിരുന്നെങ്കിൽ ആരെങ്കിലും കുമ്പസാരിക്കാൻ പോവുമോ? വളരെ അപൂർവം മനുഷ്യരെ പോവുള്ളൂ അല്ലേ? അതുകൊണ്ട് തിരുസഭാ മാതാവ് നമുക്ക് തന്ന ഒരനുഗ്രഹമാണ് ഈ രഹസ്യ കുമ്പസാരം എന്ന് പറയും. അതുകൊണ്ട് ഈ രഹസ്യ കുമ്പസാരത്തിൽ പറയുന്ന കാര്യങ്ങൾ വൈദികൻ തൻ്റെ ജീവൻ കൊടുത്തും സംരക്ഷിക്കേണ്ട കുമ്പസാര രഹസ്യമാണ്. അതുകൊണ്ട് ഏത് പാപവും എത്രമേൽ ഹൃദയ പരമാർത്ഥതയോടെയും വൈദികരോട് തുറന്ന് സംസാരിക്കാവുന്നതാണ്. അതിലൂടെ പാപമോചനം നേടാവുന്നതാണ്. വൈദികനോട് പാപം ഏറ്റുപറയുന്നു എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായ കാര്യമായി ചിന്തിക്കരുത്. അത് കുമ്പസാരത്തെ ഏറ്റവും ലളിതമാക്കാൻ വേണ്ടി തിരുസഭ നമുക്ക് തന്ന ഒരവസരമാണ്. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത് അച്ഛനോട് പറയും, ദൈവത്തോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അല്ലേ? ദൈവത്തോട് നേരിട്ട് കുമ്പസാരിച്ചാൽ പോരെ. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഒരിക്കലും ഒരു ധ്യാനാവസരത്തിൽ ഒരു ഡോക്ടർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ അച്ഛന്മാരുടെ അടുക്കെ പോയി കുമ്പസാരിക്കാറില്ല, പകരം ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട് ദൈവത്തോട് നേരിട്ട് പറയും. ഓക്കെ,
ഞാൻ ചോദിച്ചു, ഡോക്ടർ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? ഞാനൊരു 40 വർഷത്തോളമായി കുമ്പസാരിച്ചിട്ട്. ഓക്കെ, ഇതിനിടയിൽ എത്ര തവണ ദൈവത്തോട് നേരിട്ട് പാപം ഏറ്റുപറയുകയും പാപമോചനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ് ചെന്നിട്ട് ഒന്ന് പരിശ്രമിച്ചോ, എന്നിട്ട് നാളെ നമുക്ക് കാണാം. പുള്ളി അന്ന് നേരത്തെ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുമ്പസാരം നടത്തിയാൽ കൊള്ളാമെന്നു. ഞാൻ ചെന്ന് ദൈവത്തോട് പാപം പറയാൻ നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ല. എനിക്ക് പാപത്തെ ഏറ്റുപറയും തോറും എന്നിൽ കൂടുതൽ കൂടുതൽ ഭയം ജനിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു വൈദികൻ്റെ പക്കൽ പാപം ഏറ്റുപറയും. അദ്ദേഹം വന്ന് പാപം ഏറ്റുപറയും. ദീർഘസമയം എടുത്ത് കുമ്പസാരിച്ചു. കാരണം മനുഷ്യൻ്റെ പ്രത്യേകത എന്ത് പറഞ്ഞാൽ, പാപം ഞാൻ ചെയ്തത് ശരി, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റ്. ഇതാണ് നമ്മുടെ പൊതുധാരണ, അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ തിന്മകളെയും നമ്മൾ തന്നെ വിധിക്കാൻ തുടങ്ങിയാൽ അതെല്ലാം ന്യായീകരിക്കപ്പെടുകയും അവയെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് പാപമോചനം നേടുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. അതിനാണ് ഈശോ പറഞ്ഞത്, നമ്മൾ ഈ സ്ലീഹന്മാർക്ക് ഈ അധികാരം കൊടുത്തുകൊണ്ട് പറഞ്ഞത്, സഭയുടെ പ്രതിനിധിയുടെ പക്കൽ പോയി പാപം ഏറ്റുപറയും. അപ്പോൾ ആ വൈദികൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരും, ഇന്ന കാര്യം ഗുരുതരമായ തെറ്റാണ്, അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ അപകടപ്പെടുത്തുന്നതാണ്, ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശം തരാൻ ആ വ്യക്തിക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ തന്നെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് നേരിട്ട് പാപമോചനം നേടി എന്ന് അവകാശപ്പെടുന്നവർ ആത്മശോധന ചെയ്താൽ മനസ്സിലാകും, അവർ ദൈവത്തോട് പാപമോട്ട് ഏറ്റുപറഞ്ഞിട്ടുമില്ല, അവർ പാപമോചനം നേടിയിട്ടുമില്ല, പാപമോചനത്തിൻ്റെ അനുഭവം അവർക്ക് ലഭിച്ചിട്ടുമില്ല. പകരം നാം ചെയ്യേണ്ടത് ദൈവത്തോട് നേരിട്ട് പറയുക എന്നത്. നേരിട്ട് പറയാൻ ദൈവം തന്നെ തൻ്റെ ചെവി വൈദികനിലൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. ആ അവസരം പ്രയോജനപ്പെടുത്തണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് എന്ന് ദൈവപുത്രനായ ഈശോ തന്നെ നമ്മെ പഠിപ്പിച്ചു. അതാണ് കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം. 30 വർഷക്കാലം റോമിൻ്റെ ഔദ്യോഗിക ഭൂതോച്ചാടകനായിരുന്ന ഗബ്രിയേൽ അമോർത്തച്ഛൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്ന വളരെ ഹൃദ്യമായ ഒരു വാചകം ഇപ്രകാരമാണ്: ഭൂതോച്ചാടനത്തിലൂടെ ശരീരത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നതിനേക്കാളും കുമ്പസാരം എന്ന കൂദാശയിലൂടെ ആത്മാവിൽ നിന്ന് പിശാചിനെ പുറത്താക്കുമ്പോൾ പിശാച് കൂടുതൽ രോഷാകുലനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയേറെ മഹനീയത ഈ കുമ്പസാരം എന്ന കൂദാശയ്ക്കുണ്ട്. കുമ്പസാരം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ട യുവജനങ്ങളുടെ സംശയങ്ങളാണ് ഈ എപ്പിസോഡിൽ അഭിവന്ദ്യ പിതാവിനോട് ചോദിച്ചത്. പിതാവ് ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായ ഉത്തരം നൽകി. ശ്രോതാക്കൾക്ക് പ്രായോഗികമായി സ്വീകരിക്കാൻ പറ്റിയ ധാരാളം അറിവുകളും നിർദ്ദേശങ്ങളും ഇന്നത്തെ ഈ എപ്പിസോഡിലെ അഭിവന്ദ്യ പിതാവിൻ്റെ ഉത്തരത്തിലുണ്ടായിരുന്നു. അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അഭിവന്ദ്യ പിതാവിനോട് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയ പൈസക്കരി ഇടവകയിലെ എല്ലാ യുവജനങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. യുക്യാറ്റ് പഠന പരമ്പര നമ്മൾ തുടരും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.